അങ്ങനെ ഒരുത്തന്റെ ഭരണം തീർന്നില്ലേ? അവൻ തിരിച്ചു വരാറായില്ലേ? അവൻ തിരിച്ചു വന്നിട്ട് നമുക്കെന്താടാ നേട്ടം? അങ്കിളിന് അവനെ നല്ല പേടിയുണ്ടല്ലേ? ഞാൻ എന്തിനാണ് അവനെ പേടിക്കുന്നത്? അല്ല, അവനിപ്പം തിരിച്ചു തല്ലാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചാ. അവൻ തിരിച്ചു തല്ലിയാലും എന്നെ കൊന്നാലും ശരി, എന്റെ മോളുടെ ആഗ്രഹം ഞാൻ നടത്തി കൊടുത്തിരിക്കും. അവൻ തിരിച്ചിങ്ങോട്ട് വരട്ടെ, അടുത്ത ദിവസം തന്നെ അതുണ്ടാവും. അവനിപ്പോ പുറത്തു പോയിട്ട് ഏതൊക്കെ രീതിയിൽ എന്റെ മോളെ ശല്യം ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. നിനക്കറിയാലോ, ഇപ്പഴാ അവനൊരു മകൾ സ്നേഹം തുടങ്ങിയത്. കേരളത്തിനകത്തും പുറത്തുമായിട്ട് അവൻ ഒരുപാട് കുട്ടികളുണ്ട്. അവരെ ആരെയും അവന് കാണണ്ട. എന്റെ കൺമണി മോളെ കാണണമെന്ന് പറഞ്ഞ ഒരേ നടപ്പാ. മനഃപൂർവ്വം അതിലൂടെ എന്റെ മോളുടെ സ്വസ്ഥത കളയാനാ അവന്റെ ലക്ഷ്യം. അന്ന് അവൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ പലതവണ അവനെ തീർക്കാനായിട്ട് പോയതാ അവള്. അതിനുവേണ്ടി ആൾക്കാരെയും വെച്ചതാ. അന്നും അവനൊന്നും സംഭവിച്ചില്ല. ഇപ്പോഴും എന്റെ മോള് പല രീതിയിലും ശ്രമിക്കുന്നുണ്ടാവും. അതൊക്കെ എവിടെ പോയി നിൽക്കുമെന്ന് അറിയില്ല. എന്നാലും എനിക്ക് സന്തോഷം ഉണ്ടാങ്ങളെ. ഗംഗേനെ പേടിച്ചിട്ട് കല്യാണ പയ്യൻ കല്യാണത്തിന് പിന്മാറിയല്ലോ. അവൻ ജീവൻ പണയം വെച്ച് പോലും അവളെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞതാ. അതുകൊണ്ട് ഇപ്പൊ എന്തായി? അവളുടെ അച്ഛൻ ആയുസ് തീരുന്നതിന് മുമ്പേ അങ്ങ് പോയി. ഗംഗ ജയിലില്ലാത്തതുകൊണ്ട് വലിയ നഷ്ടമാണ് നമുക്ക്. അവനോട് ഉണ്ടായിരുന്നെങ്കിൽ മനോഹരനെ നമുക്ക് എല്ലാം കൂടെ കൈകാര്യം ചെയ്യായിരുന്നു. ഇപ്പൊ തൽക്കാലം ഗംഗയുടെ പുറത്തേക്കിട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്ന ചിലർക്ക് അതിന്റെ ഇരട്ടി വേദന ഉണ്ടാവും. ഇനിയിപ്പം കല്യാണം മുടങ്ങിയിട്ട് വിഷമിച്ചിരിക്കുന്ന അമ്മയും മോളെ എങ്ങേറ്റം കൈകാര്യം ചെയ്തോളും. അങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയ കിരണേട്ടാ, അവൻ എത്ര ആഗ്രഹത്തോടെ വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സാ അത് കത്തിച്ചു കളഞ്ഞല്ലോ. ഇനിയിപ്പോ കത്തിച്ചു കളഞ്ഞ കാര്യമൊന്നും ഞാൻ അവനോട് പറയുന്നില്ല. അവന്റെ പേര് കേട്ട് കഴിഞ്ഞാൽ അവക്ക് വല്ലാത്തൊരു കലിയ. അവൾ അവിടെ ഉള്ളപ്പോ അച്ഛനോടും അമ്മയോടും ഒക്കെ വളരെ സൂക്ഷിച്ചു വേണ്ടേ സംസാരിക്കാൻ. നിങ്ങളുടെ സംസാരം അവള് കേട്ടില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. കിരണേട്ട വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സാണെന്ന് കരുതി അത് കുഞ്ഞിട്ടോണ്ട് നടന്നേനെ. കൺമണി മോള് അത് ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ അവൻ അയച്ചു കൊടുക്കണമെന്ന് അവൻ പറഞ്ഞായിരുന്നു. ഇനിയിപ്പോ എങ്ങനെ അയച്ചു കൊടുക്കാനാ? അയച്ചു കൊടുക്കാതിരുന്ന അതേപ്പറ്റി അവൻ ചോദിക്കും. അപ്പൊ നമുക്ക് സത്യം പറയാം. അല്ല, എന്തിനാ മറച്ചു വയ്ക്കുന്നത്? അത് മാത്രമല്ല, ഈ ഇടപാട് ഇനി നടക്കില്ല. ഒരിക്കലും അച്ഛനെ മകള് കാണരുതെന്ന് ആഗ്രഹിക്കുന്ന അമ്മയാണ് സരയു. അതുകൊണ്ട് ഇനി മനോഹരമായിട്ടൊരു കോണ്ടാക്ട് വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഒന്ന് ആലോചിച്ച് നോക്ക്, ഗംഗാപ്രസാദും വിക്രവും ഒക്കെ നാൾക്ക് നാൾ പ്രശ്നക്കാരെ കൊണ്ടിരിക്കുമ്പോഴാ മനോഹർ പാടെ മാറിയിരിക്കുന്നത്. അവനിപ്പോ ആ കുഞ്ഞിനോട് അതിരറ്റ വാത്സല്യമുണ്ട്. നിന്നെ കണ്ടാൽ സരയുവിനെ കടിച്ചു തിന്നാനുള്ള ദേഷ്യമുണ്ട്. ഇപ്പോ നീ കുഞ്ഞുമായിട്ട് ഹോസ്പിറ്റലിൽ പോയ കാര്യം പറഞ്ഞതും അവള് കേട്ടല്ലോ. ഇനിയിപ്പോ അവള് ജോലി വേണ്ടെന്ന് വെക്കോ? ഒന്നും എനിക്കറിയില്ല. കുറച്ച് കഴിയുമ്പോ അവള് സമാധാനപ്പെടുമായിരിക്കും. മുമ്പെന്നെ അവൾ ഒരുപാട് വെറുത്തിരുന്നതാ. ഇപ്പോ അതൊക്കെ ഒന്ന് മാറി വന്നതാ. പഴയ സ്വഭാവത്തിലേക്ക് അവള് വരുമോ? ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ കല്യാണി, ഇനി നമ്മള് കൺമണി മോളെ മനോഹരനെ എങ്ങാനും കൊണ്ടുപോയി കാണിക്കുവാണെങ്കിൽ അവൾക്ക് പിന്നെ വീണ്ടും മെന്റൽ ഹോസ്പിറ്റലിന്റെ സഹായം തേടേണ്ടി വരും. സമനില തെറ്റും അവൾക്ക്. അവളിപ്പോ നമ്മളെ അമിതമായിട്ട് സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മളിൽ നിന്ന് അവൾ അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്ന് മാത്രമല്ല, സ്നേഹിക്കുന്നവർ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്താൽ അത് അവൾക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അവളെ ചീറ്റ് ചെയ്യുന്നത് ശരിയല്ല. മനോഹരനോട് എനിക്ക് സഹതാപമുണ്ട്, നിന്നെ പോലെ തന്നെ. പക്ഷേ ഇവിടെ നമുക്ക് അവനോട് നീതി പുലർത്താൻ പറ്റില്ല. അവൻ കാരണം ഒരുപാട് പെൺകുട്ടികൾ വേദനിച്ചതല്ലേ കല്യാണി? അവന്റെ വരവും കാത്ത് കുഞ്ഞുമായിട്ട് എത്രയെത്ര അമ്മമാര് കാത്തിരുന്നതാ. അവർക്കൊന്നും പിന്നെ അവനെ കണി കാണാൻ പോലും പറ്റിയിട്ടില്ലല്ലോ. അതിന്റെ ശിക്ഷയാണ് അവനിപ്പോ കിട്ടുന്നതെന്ന് നമുക്ക് കരുതാം. നീ വാ. ആരാ മോളെ? ദിലീപേട്ടനാ? എടുക്ക്. ഹലോ ദിലീപേട്ടാ. നാളെ കർമ്മങ്ങൾ കഴിയും. തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ വിചാരിച്ച പോലെ എല്ലാം നടക്കും. എനിക്ക് നല്ല പേടിയുണ്ട് ദിലീപേട്ടാ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാം നടക്കണം കാർത്തു. ഇപ്പൊ തന്നെ നമ്മുടെ കല്യാണം മുടങ്ങിയല്ലോ എന്ന് കരുതി ഒരുത്തന്നെ ആഘോഷം തുടങ്ങിക്കാണും. അവന് മാത്രമല്ലല്ലോ ബുദ്ധിയുള്ളത്. നമ്മളും ഇനി കുറച്ച് വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കണം. എങ്കിലേ നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമുക്ക് ഒന്നിക്കാൻ പറ്റൂ. ദേ എന്റെ അമ്മ വന്നിട്ടുണ്ട്, ഞാൻ കൊടുക്കാം. അയ്യോ ദിലീപേട്ടാ. ഒരു കുഴപ്പമില്ലെന്നേ, നീ ധൈര്യമായിട്ട് സംസാരിച്ചോ. ദാമേ കാർത്തിക. മോളെ, അമ്മേ, ഞാൻ കല്യാണം വേണ്ടെന്ന് ഒരുപാട് തവണ പറഞ്ഞു. ഞാനും അങ്ങനെ പറഞ്ഞതാ മോളെ. പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ വീടിന്റെ മരുമോളായി മോള് വരണോന്ന്. അമ്മ ഇത് ആത്മാർത്ഥമായിട്ട് പറയാണോ? മോളെ, ഈ കല്യാണം ഞാൻ നടത്തിയില്ലെങ്കിൽ എന്റെ മോന്റെ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണുണ്ടാവില്ല. അതിനുവേണ്ടി നടത്തുവല്ലേ? എന്നുവെച്ചാ മക്കളുടെ ഇഷ്ടമാണ് അച്ഛനമ്മമാര് നടത്തി കൊടുക്കേണ്ടത്. പിന്നിപ്പോ എനിക്കുണ്ട് ആ കൊലയാളിയോട് തീരാത്ത ദേഷ്യവും പകയും ഒക്കെ. മോൻ പറയുന്ന പോലെ മോന്റെ അച്ഛന്റെ ആത്മാവും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഒന്നിക്കണമെന്ന്. പിന്നെ ഞാനായിട്ട് എന്തിനാ അതിന് തടസ്സം നിൽക്കുന്നത്? ഇത് നടക്കട്ടെ മോളെ. ദേ, ഞാൻ അവന്റെ കൈ കൊടുക്കാം. കേട്ടല്ലോ, ഇനി അമ്മയുടെ കാര്യം ഓർത്ത് വിഷമൊന്നും വേണ്ട. അപ്പോഴേ മറ്റന്നാള് റെഡിയായിരുന്നോണം എന്റെ ഭാര്യയാവാൻ. പിന്നെ എന്റെ അമ്മയുടെ നല്ല മരുമകളായിട്ട് എന്റെ വീട്ടിലേക്ക് വരാൻ. ശരി കാർത്തു. ദിലീപിന്റെ അമ്മയെ സംസാരിച്ചു അല്ലേ? അമ്മയും വളരെ പോസിറ്റീവായിട്ട് അമ്മയെ സംസാരിച്ച ഈ കല്യാണം നടത്താൻ ആ അമ്മയ്ക്കും ഇപ്പൊ താല്പര്യം. ഇനിയിപ്പോ പേടിക്കാനൊന്നും ഇല്ലല്ലോ മോളെ. ദിലീപ് അത്രത്തോളം ഈ കല്യാണം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മോന്റെ അമ്മയും സമ്മതിച്ചു കൊടുത്തത്. പിന്നെ നമ്മളെന്തിനാ അവരെ പറഞ്ഞു തരുത്താൻ നിൽക്കുന്നേ? പറയാവുന്നിടത്തോളം നമ്മൾ പറഞ്ഞില്ലേ. നമ്മൾ ഇവിടെ ഒരു സ്വാർത്ഥതയും കാണിച്ചിട്ടില്ല. പിന്നെ ഈ കല്യാണം മുടങ്ങിയെന്ന് ചാനലുകാരോട് ദിലീപ് പറഞ്ഞത് ഗംഗയുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാ. എന്ന് വെച്ചാ നന്നായി അഭിനയിച്ചിട്ടായാലും ശരി, കള്ളം പറഞ്ഞിട്ടായാലും ശരി, മോള് ദിലീപിന്റെ ജീവിതത്തിൽ വേണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. ദിലീപേട്ടൻ പറഞ്ഞ പോലെ ഗംഗ ഇപ്പൊ വലിയ ആശ്വാസത്തിലായിരിക്കും. അല്ലേമ്മേ? പെട്ടെന്ന് കല്യാണം നടക്കില്ല എന്ന് അവന് ഉറപ്പ് കിട്ടിയതുകൊണ്ട് അവൻ ഇനി പഴയതുപോലെ ആയുധമായിട്ട് നമ്മുടെ പിന്നാലെ വരില്ല. ദിലീപിന്റെ വീട്ടിലോട്ടും പോവില്ല. ദിലീപിന്റെ അയൽക്കാര് പോലും കല്യാണം മുടങ്ങിയെന്ന് അറിഞ്ഞിരിക്കുന്നെ. ഇവിടെ നമ്മുടെ അടുത്തുള്ള വീട്ടുകാരും അങ്ങനെ ഇപ്പൊ ധരിച്ചു വെച്ചിരിക്കുന്നെ. അതിനിടയിൽ ഇരു ചെവി അറിയാതെ രണ്ട് കുടുംബക്കാരും ചേർന്ന് ആ ചടങ്ങ് നടത്തി കഴിഞ്ഞാ പിന്നെ അവന് കല്യാണം കഴിഞ്ഞേ നിങ്ങളുടെ പിന്നാലെ വരാൻ പറ്റും. അപ്പോഴും സൂക്ഷിക്കണം. എന്നാലും അവൻ ആഗ്രഹിച്ച പോലെ കല്യാണം മുടക്കാൻ പറ്റില്ലല്ലോ. അതത്ര ചെറിയ കാര്യമല്ല മോളെ. അവൻ കരുതിയത് അവന് മാത്രമേ ഇതൊക്കെ പറ്റത്തുള്ളൂന്നാ. അവിടെ നീ ചിന്തിക്കണം. ഈ കല്യാണം നടത്താൻ
ദിലീപ് മോൻ എത്രമാത്രം ആഗ്രഹമുണ്ടെന്ന്. അതുകൊണ്ടാ ഞാനും ഇതിന് കൂട്ടു നിൽക്കുന്നത്. ഇനിയിപ്പോ ഒന്നും ആലോചിക്കണ്ട മോളെ. ദിലീപിന്റെ ആത്മാർത്ഥതയ്ക്ക് ആ മോൻ പറയുന്നത് നമ്മൾ കേൾക്കണം. കിരണിനെ പോലെ വിശ്വസ്തനായ ഒരാളെ നമുക്ക് കൂട്ടിന് കിട്ടാൻ പോകുന്നേ. നിങ്ങളുടെ കല്യാണം കഴിയുന്നതോടെ ഗംഗാപ്രസാദ് ഒന്നുകിൽ പോലീസിന്റെ പിടിയിലാകും, അല്ലെങ്കിൽ അവൻ ഈ ഭൂമി വിട്ടു പോകും. രണ്ടിലൊന്ന് നടക്കും മോളെ. ആ കാർത്തികയുടെ വീടും പരിസരമൊക്കെ എങ്ങനെയെങ്കിലും അറിഞ്ഞു വെച്ചേ പറ്റൂ. അവിടെ ഇപ്പൊ ആരൊക്കെയുണ്ട്, അവരെന്തൊക്കെ ചെയ്യുന്നു, അതൊക്കെ എങ്ങനെയെങ്കിലും മനസ്സിലാക്കിയേ പറ്റൂ. അളിയ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ പിടിക്കപ്പെടും. അതിന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണമെന്ന് ആര് പറഞ്ഞു? എടാ, അതിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഏൽപ്പിച്ചാ പോരെ? നമ്മുടെ പിള്ളേർ അവിടെ എവിടേക്കായിട്ട് തമ്പടിച്ചിട്ടുണ്ടല്ലോ. അവന്മാരും വലിയ പരിഗണല്ല. ഈ കാർത്തികയുടെ വീട്ടിലെ മിക്കവാറും ആ കാട്ടിലുള്ള വേലവും അവന്റെ മുറപ്പിണൊക്കെ കാണും. അവരൊക്കെ എന്നെ കൈ കിട്ടിയാ കുത്തി കീറും. അതുകൊണ്ടാണ് ആ ചുറ്റുവട്ടമൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കാൻ ഞാൻ പറഞ്ഞത്. ഇനി ദിലീപിന്റെയും കാർത്തികയുടെയും കല്യാണം നടക്കാത്തത് കൊണ്ട് എല്ലാവരും വീട് വിട്ടു പോയൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ പതുക്കെ നമുക്ക് നമ്മുടെ ഓപ്പറേഷൻ തുടങ്ങണം. ഇനി നീ അങ്ങോട്ടൊന്നും പോകണ്ട. എടാ, നമ്മള് പോണ്ട. നമ്മുടെ പയ്യന്മാരെ വിട്ട് കാർത്തിക ഫിനിഷ് ചെയ്താ നീ പറയുന്നത് പോലെ അടുത്ത ദിവസം തന്നെ നമുക്ക് ഇവിടുന്ന് വണ്ടി കയറാം. തേനിയിലോ കമ്പത്തോ എങ്ങോട്ടാന്ന് വെച്ചാൽ കയറാം. എന്തായാലും അവളുടെ കല്യാണം മുടങ്ങിയല്ലോ. അവളുടെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അവളുടെ കല്യാണം. അവൾക്ക് അതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. സ്വന്തം ജീവൻ അപകടത്തിലാവുമെന്ന് അറിയാവുന്നത് കൊണ്ട് അവള് കല്യാണം വേണ്ടെന്ന് പറഞ്ഞു നിന്ന കൂട്ടത്തിലാ ആ കിളവിയാണ് അതിന് സമ്മതിക്കാതിരുന്നത്. പിന്നെ അവളെ ഇപ്പൊ നിർബന്ധിക്കാൻ വേണ്ടി കൂട്ടിന് വേറെ ചിലരും ഉണ്ടല്ലോ. അളിയ ഞാൻ ടൗണിൽ പോയപ്പോഴേ വേറെ ഒരുത്തനെ കണ്ടായിരുന്നു. അത് ഞാൻ അളിയനോട് പറയാൻ മറന്നുപോയി. അതാരാ? അളിയന്റെ കൂടെ ജയിലിൽ ഒരുത്തം ഉണ്ടായിരുന്നല്ലോ, ആ മനോഹർ. അവനെ എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല. പക്ഷെ അവൻ ജയിലായിരുന്ന സമയത്ത് പത്രത്തിലൊക്കെ നിന്നെ പോലെ വലിയ വാർത്ത വന്നതാ. ചാനലിലൊക്കെ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാ 10-60 കല്യാണം കഴിച്ച് പെൺകുട്ടികളെ വഴിയാധാരം ആക്കിയവനല്ലേ. ആ വാർത്തയൊക്കെ ത്രില്ലടിച്ചാണ് ഓരോരുത്തർ വായിച്ചത്. അവനെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു മാർഗമില്ല. അല്ലെങ്കിൽ അവനെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യായിരുന്നു. അവൻ മിടുക്കനാ. പക്ഷേ അവനും ഇപ്പൊ കിരണിനോടും കല്യാണോടൊക്കെ ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട്. അത് ഞാൻ ജയിലിൽ വെച്ച് മനസ്സിലാക്കിയതാ. അവനിപ്പോ അവന്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട്. പരോളിൽ ഇറങ്ങിയതും ആ കുഞ്ഞിനെ കാണാനായിരിക്കും. പക്ഷെ അവനെ കൈ കിട്ടിക്കഴിഞ്ഞാ ആള് തുറപ്പനാ. എവിടെ വേണമെങ്കിലും തോരന്നങ്ങ് കേറിക്കോളും. പക്ഷേ അവന് നമ്മളെ പോലെ കരുത്തൊന്നുമില്ല. എന്നാ അവന്റെ തലച്ചോറ് അതൊരു അസാധ്യ തലച്ചോറാ. എന്തായാലും അവരാരും അറിയാത്ത രീതിയിലായിരിക്കണം നമ്മുടെ അടുത്ത നീക്കം. എല്ലാം ഒന്ന് ശാന്തമായിട്ട് വരുമ്പോ കാർത്തികയുടെ വീട്ടില് അശാന്തി വാരി വിതരണം. അവനെ മൊത്തത്തിൽ മാറി. അവനിപ്പോ സ്വന്തം കുഞ്ഞിനോട് ഭയങ്കര സ്നേഹ. അത് മനസ്സിലാക്കിയിട്ടാണല്ലോ അന്ന് അവൻ ഐസിയു കിടന്നപ്പോ കല്യാണി കൺമണി മോളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയത്. ആ സമയത്ത് കുഞ്ഞുമായിട്ട് അവിടെ മറിഞ്ഞു നിൽക്കായിരുന്നു. സറിയോ? ആ സറിയോ, നിനക്ക് എന്തിന്റെ കേട കല്യാണി? എന്റെ മനസ്സ് എന്താണെന്ന് നിന്നോടും കിരണോടും ഞാൻ തുറന്നു പറഞ്ഞതാ. എന്നിട്ടും എന്റെ കുഞ്ഞുമായിട്ട് ഐസിയിൽ വന്നു അല്ലേ അവനെ എന്റെ കുഞ്ഞിനെ കാണിക്കാനായിട്ട്? അത് സറിയോ, മനോഹറിന് നല്ല മാറ്റമുണ്ട്. എന്ത് മാറ്റമുള്ളത്? എന്റെ മനസ്സിലുള്ള അവന്റെ രൂപം ഈ ജന്മം എടുത്തു മാറ്റാൻ നിങ്ങൾക്ക് ആർക്കും പറ്റില്ല. ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ? അവന്റെ നാശം കാണാൻ വേണ്ടി മാത്രോ? അവനെ കൊല്ലാൻ വേണ്ടി മാത്രോ? എന്തിനാ സറിയോ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? നീ ഒരു ആദർശ വഞ്ചകയാണ്. ശത്രുക്കളെ പോലും നീ ഇപ്പൊ അടുത്ത് നിർത്തിയിരിക്കുക. നിന്റെ അച്ഛൻ സ്വന്തം മോളെ കൊല്ലാനായിട്ട് നടന്നൊരു അച്ഛനാ. ആ അച്ഛനൊക്കെ ഇപ്പോ നിന്റെ കൂടെയാ. അതൊക്കെ എനിക്കറിയാം. പക്ഷെ അത്രത്തോളം നന്മമാരോ അവൻ എന്നെ കിട്ടില്ല. എന്റെ ജീവിതം ഇല്ലാതാക്കിയവനാ ആ ജയിൽ പുള്ളി. അവൻ എന്റെ കുഞ്ഞിനെ കാണാൻ പാടില്ല. അവനാണ് എന്റെ മോളുടെ അച്ഛനെന്ന് ഒരിക്കലും അറിയാനും പാടില്ല. അതുകൊണ്ടാ അവൻ ജീവനോട് ഉണ്ടാവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ സമയത്ത് എന്റെ മോളെ കൊണ്ടുപോയി നീ അവനെ കാണിക്കുമല്ലേ? ഓർമ്മയായി വരുന്ന എന്റെ മോളെ അവൾക്കൊരു അച്ഛനുണ്ടെന്ന് നീ അറിയിക്കുമല്ലേ? ഇനിയിപ്പോ കുറെ കഴിയുമ്പോ അച്ഛാന്ന് വിളിപ്പിക്കാൻ നീ നോക്കുമായിരിക്കും അല്ലേ? എന്റെ അച്ഛന്റെ കാര്യം സറിയോ പറഞ്ഞല്ലോ. എന്റെ അച്ഛൻ ഒരു ദുഷ്ടനായിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ അച്ഛനും അമ്മൂമ്മയൊക്കെ എന്നെ സ്നേഹിക്കുന്ന കൂട്ടത്തിലാ. എന്റെ നന്മ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാ. എല്ലാ മനുഷ്യരും മാറിക്കഴിഞ്ഞ പഴയ വൈരാഗ്യം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. അവരുടെ മാറ്റങ്ങൾ അംഗീകരിക്കണം. പറ്റില്ല പറ്റില്ല പറ്റില്ല. എനിക്ക് അവനെ അംഗീകരിക്കാൻ പറ്റില്ല. അവനെ സ്നേഹിക്കുന്ന ആരെയും അംഗീകരിക്കാൻ പറ്റില്ല. എന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ പോലും ആക്കിയവനാ ആ ക്രിമിനൽ. അവന് മാപ്പില്ല. നീ പറയുന്ന പഴയ മനോഹർ അല്ല ഇപ്പോഴുള്ള മനോഹർ. അതുകൊണ്ട് നീ ഇനി അവനോട് സിമ്പതി കാണിക്കും അല്ലേ? എന്റെ കുഞ്ഞിനെ കൊണ്ട് അവന്റെ അടുത്തേക്ക് പോവല്ലേ? എനിക്ക് അറിയാടി നീ അതൊക്കെ ചെയ്യൂന്ന്. ഞാൻ കിരണോട് പറഞ്ഞു. അവൻ വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സുമായിട്ട് എന്റെ അരികിലേക്ക് വരുന്നതിൽ നല്ലത് എന്നെ കൊല്ലുന്നതാണ്. അത് തന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത്. കൊല്ലടി, എന്നെയും കത്തിക്കുന്നേ. ആരാ വിളിച്ചത്? അവളാ സറിയോ എന്നോട് വല്ലാതെ വയലന്റ് ആയി. അവളിനി നമ്മുടെ കമ്പനിയിലെ ജോലി കളയുമെന്ന് എന്റെ സംശയം. അവൾ കളയുന്നെങ്കിൽ കളയട്ടെ. എന്തായാലും താരാന്റിയുടെ കൂടെയാണ് അവിടെ താമസം. അവർക്ക് വേണ്ടത് എന്താന്ന് വെച്ചാ അതെല്ലാം എത്തിച്ചു കൊടുക്കണം. പിന്നെ അവളുടെ കുഞ്ഞിനെ നോക്കുന്നത് എന്റെ അച്ഛനും അമ്മയല്ലേ. നമ്മളും വേണ്ടതൊക്കെ കുഞ്ഞിന് ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ. രക്ഷപ്പെടാൻ ദൈവങ്ങൾ മനുഷ്യന് ഓരോ മാർഗ്ഗങ്ങൾ കൊണ്ട് കൊടുക്കുമ്പോ അത് തട്ടിത്തെറിപ്പിക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതെ, നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്റെ അച്ഛനും അമ്മയും പറയുന്ന പോലെ മനോഹറിനോട് ക്ഷമിക്കാൻ സരിവിന് പറ്റും തോന്നില്ല. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് അവളെ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടി ഒന്നും അല്ലല്ലോ നമ്മളിത് ചെയ്യുന്നത്. അവൾ അറിയാതെയാണ് നമ്മൾ മനോഹറിനെ കാണാൻ പോയിട്ടുള്ളത്. അത് ഞാൻ അച്ഛനോട് സംസാരിക്കുന്നത് അവള് കേട്ടുപോയി. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ മനോഹറിന്റെ അടുത്തേക്ക് ഇനി പോകണ്ടല്ലേ? അവന്റെ പരോളിപ്പ് എന്തായാലും ഉടനെ കഴിയും. അത് കഴിഞ്ഞ് അവൻ ജയിലിൽ പോയാ നമ്മൾ കുഞ്ഞിനെ കൊണ്ടുപോയി അവനെ കാണിക്കാനൊന്നും നിൽക്കേണ്ട. സറിയുവാണ് കൺമണി മോളുടെ അമ്മ. ആ കുഞ്ഞിന്റെ പേരിൽ അവൾക്കാണ് കൂടുതൽ അധികാരമുള്ളത്. അങ്ങനെയുള്ളപ്പോ കുഞ്ഞിന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത ഒരു പ്രവൃത്തിയും നമ്മളായിട്ട് ചെയ്യേണ്ട. ഞാൻ ഐസിയുനകത്തേക്ക് മനോഹറിനെ കാണിക്കാൻ കുഞ്ഞിനെ കൊണ്ടുപോയത് അവൾക്ക് വലിയ ഷോക്കായെന്ന് തോന്നുക. ഉറപ്പല്ലേ? ഇനിയിപ്പതേ ആ വൈരാഗ്യം എന്തായാലും അവൾക്ക് കാണും കല്യാണി.